ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ബൂന്തി ലഡ്ഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിൽ 4.5 കപ്പ് കടലമാവ് എടുക്കുക. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ മാവ് കട്ട പിടിക്കാതെ സ്മൂത്തായിട്ട് വേണം കിട്ടാൻ. വെള്ളം ഒരുപാട് കൂടി പോകാനും പാടില്ല. ഇതുപോലൊരു തിക്ക് ഫ്ലോയിങ് കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് എത്ര എണ്ണ ചൂടാക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കരണ്ടി എടുത്ത് അതിലൂടെ മിക്സ് ചെയ്ത് വെച്ച മാവ് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് പെട്ടെന്ന് എണ്ണയിലോട്ട് വീഴാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്പൂണ് കൊണ്ട് പരത്തി കൊടുക്കണം. ബൂന്തി ഇതുപോലെ വിട്ട് കിട്ടണം, ഒട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് മാവ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ബൂന്തി ഒരുപാട് ക്രിസ്പി ആവാൻ പാടില്ല, കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാലും മതി. ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് എണ്ണ ഡ്രെയിൻ ആവാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാത്രത്തിൽ 3.5 കപ്പ് പഞ്ചസാര എടുക്കുക. പഞ്ചസാര പാവ് കാച്ചാനായിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര വെള്ളത്തിലേക്ക് മുഴുവനായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. സാധാരണ ഫുഡ് കളറാണ് ഉപയോഗിക്കാറ്. ആർട്ടിഫിഷ്യൽ കളർ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തത്. പഞ്ചസാര നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നോക്കുക. ഒരു 1 ത്രെഡ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എണ്ണയിൽ വറുത്ത് മാറ്റി വെച്ച ബൂന്തി ഇട്ട് കൊടുക്കുക. ചൂടുള്ള പഞ്ചസാര പാവിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചസാര ചിലപ്പോൾ കട്ട പിടിച്ചു പോകും തണുത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ അണ്ടിപ്പരിപ്പ്, ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്തത്. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ബൂന്തി കുറച്ചായി എടുത്ത് ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ചൂടാറുന്നതിന് മുന്നേ തന്നെ ഉരുട്ടിയെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ലഡ്ഡുവിൻ്റെ ഷേപ്പിൽ കിട്ടിയെന്ന് വരില്ല. കുറേ ലഡ്ഡു ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1-2 ആൾക്കാരുടെ സഹായത്തോടെ പെട്ടെന്ന് ചൂടാറുന്നതിന് മുന്നേ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ബേക്കറി കിട്ടുന്ന പോലെയുള്ള ബൂന്തി ലഡ്ഡു ഇവിടെ തയ്യാറായി. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.